ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കളങ്കാവലിൽ മമ്മൂട്ടി നായകനോ വില്ലനോ? സിനിമ അനൗൺസ് ചെയ്ത അന്നു മുതലുള്ള ചോദ്യമാണിത്. ഒടുവിൽ പ്രീ റിലീസ് ഇവന്റിൽ മമ്മൂട്ടി തന്നെ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടു. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല പരീക്ഷണം, എൻ്റെ കഥാപാത്രമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം. ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രത്തെ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കഥാപാത്രം നിങ്ങൾക്ക് സിനിമ കണ്ടു പോകുമ്പോൾ തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല. ഇത് പറയുന്നത് മമ്മൂട്ടിയാണെന്ന് ഓർക്കണം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കാണിയുടെ തലച്ചോറിൽ ഓർമ്മയുടെ സില്ലോട്ടിൽ പട്ടേലരും മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിയും കൊടുമൺ പോറ്റിയും ഒക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടാകണം. ചെകുത്താന്റെ ചിരി. മഹാനടനിലേക്കുള്ള പ്രയാണത്തിൽ വൈവിധ്യമാർന്ന വേഷങ്ങൾ മമ്മൂട്ടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവയിൽ പലതും എല്ലാം തികഞ്ഞ നായക കഥാപാത്രങ്ങളായിരുന്നില്ല. കറുപ്പിലും വെളുപ്പിലും മാത്രമല്ല, അതിനിടയിലെ ഗ്രേ ഷെയ്ഡിലും ആ നടനെ പലകുറി നമ്മൾ കണ്ടതാണ്. പിന്നെ എന്തിനാണ് മമ്മൂട്ടി വില്ലനാകുന്നതിൽ ഇത്ര ആകാംക്ഷ എന്ന് ചോദിച്ചാൽ, വില്ലൻ ഒരു അച്ചുണ്ടാക്കി അതിൽ വാർത്തെടുത്തവയല്ല മമ്മൂട്ടിയുടെ നെഗറ്റീവ് കഥാപാത്രങ്ങൾ എന്നാകും ഉത്തരം. അവരുടെ ചിരിയും നടപ്പും ഇരിപ്പും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. പഴയൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, ഒരു നദിയിൽ 2 വട്ടം കാല് നനയ്ക്കാൻ പറ്റില്ല. അത് മമ്മൂട്ടിയുടെ നടിപ്പിനും ബാധകമാണ്. അദ്ദേഹത്തിന്റെ വില്ലന്മാർ തന്നെ അതിന് സാക്ഷ്യം പറയും. ആയിരത്തി 1982 ഇറങ്ങിയ പടയോട്ടത്തിലാണ് മമ്മൂട്ടി തന്റെ ആദ്യകാല വില്ലൻ വേഷങ്ങളിലൊന്ന് ചെയ്യുന്നത്. ജിജോ പുന്നു സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഒരു ചതിയന്റെ റോളാണ് മമ്മൂട്ടിയുടേത്. അധികാരത്തിനും പണത്തിനും വേണ്ടി എന്തും ചെയ്യുന്ന ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ, കമ്മാരൻ. സ്റ്റീരിയോ ടൈപ്പിൽ ചെന്ന് വീഴേണ്ട ഈ കഥാപാത്രത്തിൽ പോലും ഒരു മമ്മൂട്ടി ടച്ച് പ്രകടമാണ്. 83-ൽ പത്മരാജൻ സംവിധാനം ചെയ്ത കൂടെവിടയിലെ ക്യാപ്റ്റൻ തോമസ് കമ്മാരനിൽ നിന്നും തീർത്തും വ്യത്യസ്തനായിരുന്നു. തോമസ് ഒരു ചീത്ത മനുഷ്യനല്ല, പക്ഷെ ഉള്ളിലെ സംശയം പലപ്പോഴും അയാളുടെ നന്മകളെ മായ്ച്ചു കളയുന്നു. തോമസിന്റെ നോട്ടത്തിൽ അയാളുടെ കെട്ട വശം ഉണരുന്നത് നമുക്കറിയാൻ സാധിക്കും. പത്മരാജന്റെ തന്നെ കരിയിലക്കാറ്റ് പോലെ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെയും വില്ലൻ എന്ന് വിളിക്കാനാവില്ല. അയാൾക്കൊരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട്. കൃഷ്ണയിലെ ദാസ് എന്ന കഥാപാത്രത്തിന്റെ എക്സ്ട്രീം എന്ന് വേണമെങ്കിൽ പറയാം. കഥയിൽ ഉദ്വേഗം നിലനിർത്തുന്നത് ആ ഷെയ്ഡാണ്. അയാളുടെ ഭൂതകാലമാണ് സിനിമയിലെ മിസ്റ്ററിയിലേക്കുള്ള താക്കോൽ. മേഘത്തിലെയും അഴകിയ രാമനിലെയും മമ്മൂട്ടി കഥാപാത്രങ്ങളും സൂക്ഷിച്ചു വായിച്ചാൽ നെഗറ്റീവ് റോളുകൾ തന്നെയാണ്. തനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവളുടെ ഇഷ്ടം വകവയ്ക്കാതെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവരാണ് കേണൽ രവിവർമ്മ തമ്പുരാനും ശങ്കർദാസും. കഥാന്ത്യത്തിൽ വിട്ടുകൊടുക്കുന്നവരും ഏറ്റെടുക്കുന്നവരുമായി ഇവർ മാറുന്നെങ്കിൽ കൂടി അവരിൽ നമ്മളിലൊക്കെയുള്ള അസൂയയും സ്വാർത്ഥതയും കാണാം. എന്നാൽ വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പിലെ കഥാപാത്രം ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. CK രാഘവൻ നല്ലപോലെ തത്വജ്ഞാനം പറയും. അയാളുടെ ഇഷ്ടവിഷയം സ്വാതന്ത്ര്യമാണ്. അത് ഹനിക്കപ്പെടുമ്പോൾ അയാളിലെ ചെകുത്താൻ മുഖം നിറഞ്ഞ ചിരിയോടെ ഫ്രെയിമിലേക്ക് വരും. ഒറ്റ ഷോട്ടിൽ ആ കഥാപാത്രത്തെ മമ്മൂട്ടി പൂർണ്ണതയിലെത്തിച്ചു. ഒറ്റ ചിരിയിൽ, ആ കൊലച്ചിരിയിൽ മമ്മൂട്ടി രാഘവനെ അനശ്വരനാക്കി. രാഘവൻ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന മനുഷ്യനാണെങ്കിൽ പുഴുവിലെ കുട്ടൻ പലരിൽ നിന്നും അത് അപഹരിക്കുന്ന കഥാപാത്രമാണ്. അയാളുടെ വില്ലനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. സവർണത സൃഷ്ടിച്ച അധികാരബോധത്തിൽ ചുറ്റുമുള്ള ഒന്നിനോടും മമത കാണിക്കാത്ത ആളാണ് കുട്ടൻ. അയാളുടെ മുന്നിൽ മകൻ പോലും അധികാരം സ്ഥാപിക്കാനുള്ള വസ്തുവാണ്. സബ്റ്റിലായിട്ടാണ് ഈ കഥാപാത്രത്തിന്റെ അന്തർസംഘർഷങ്ങൾ മമ്മൂട്ടി അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും നൂലിന്മേൽ കൂടിയുള്ള നടത്തം. ഇതേ കുട്ടന്റെ മറ്റൊരു ഭാവമാണ് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി. കുട്ടനുള്ളിലെ സവർണതയും അധികാരബോധവും തന്നെയാണ് പോറ്റിയുടെ വേഷം ധരിച്ച ചാത്തൻ. മമ്മൂട്ടിയുടെ ഭാവപ്രകടനങ്ങളിലൂടെയാണ് നമുക്ക് പോറ്റിയിലെ ചാത്തനെ അനുഭവപ്പെട്ടത്. അയാൾ ഭക്ഷണം കഴിക്കുന്ന, മുറുക്കാൻ ചവയ്ക്കുന്ന, ചിരിക്കുന്ന വിധമാണ് ഇയാൾ പോറ്റി അല്ല എന്ന് നമ്മോട് പറയുന്നത്. സംഭാഷണത്തിനിടയിലെ ചെറിയ ശബ്ദ ക്രമീകരണം കൊണ്ടുപോലും വലിയ ഭീതി ജനിപ്പിക്കാൻ മമ്മൂട്ടിക്ക് സാധിക്കുന്നു. അന്നവും കൂരയും തന്ന ദൈവത്തിന് നന്ദി പറയുന്ന പാണനോട് ഇതെല്ലാം തന്നത് ഞാനല്ലേ എന്ന പോറ്റിയുടെ പരിഭവത്തിനുള്ളിൽ ചാത്തനുണ്ട്. എന്നാൽ അച്ഛനത്ര മോശം മനുഷ്യനാണോ എന്ന് ചോദിക്കുന്ന കുട്ടന്റെ ഛായകൾ ഏതുമില്ല. രണ്ടുപേരുടെയും ചോദ്യത്തിന്റെ ധ്വനി ഒന്നാണെങ്കിൽ കൂടി. അധികാരത്തിൽ നിന്ന് നമുക്ക് പ്രതികാരത്തിലേക്ക് പോകാം. ആരുടെ പ്രതികാരമാണെങ്കിലും അതിന് ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകും. നായകന്റെ റിവഞ്ചിൽ അത് കൊണ്ടുവരാതിരിക്കാനാണ് ഭൂരിപക്ഷം സംവിധായകരും ശ്രമിക്കുക. പക്ഷെ മമ്മൂട്ടിയെ കയ്യിൽ കിട്ടിയാൽ ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. നിസാം ബഷീറും അതാണ് ചെയ്തത്. റോഷാക്കിലെ ലൂക്ക് ആന്റണിയുടെ പ്രതികാരത്തിന് ഒരു വന്യതയുണ്ട്. നിഗൂഢതയുടെ മുഖാവരണം അണിഞ്ഞാണ് ലൂക്കിന്റെ സഞ്ചാരം. പ്രതിയോഗിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോഴും ലൂക്ക് ഒരു മിസ്റ്ററിയായി നിൽക്കും. കഥയോട് വിധേയപ്പെട്ട് നിൽക്കുന്ന, എന്നാൽ വേറിട്ട വായന സാധ്യമായ കഥാപാത്രം. ഈ ലൂക്ക് ഒരു ഏടാകൂടമാണ്. അയാളുടെ പ്രതികാരവും ലൂക്കിൽ നിന്ന് നേർ വിപരീതമാണ് ഓസ്ലറിന്റെ റിവഞ്ച് സ്റ്റോറി. അയാളെ വില്ലനായി കൊണ്ടുവന്ന് നായകനാക്കി മാറ്റുകയാണ്. ഫ്ലാഷ് ബാക്കിലൂടെ വില്ലന് കാണിയുടെ സംശയത്തിന്റെ ആനുകൂല്യം നേടിക്കൊടുക്കുന്ന പഴയ ടെക്നിക്ക്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ, എവിടെ മമ്മൂട്ടിയുടെ ആ ലക്ഷണമൊത്ത വില്ലൻ വേഷം അതൊന്ന് ചൂണ്ടിക്കാണിക്കുന്നു പറഞ്ഞാൽ സംശയം ഏതുമില്ലാതെ മമ്മൂട്ടിയുടെ ആ 2 കഥാപാത്രങ്ങൾക്ക് നേരെയാകും ഏതൊരാളുടെയും നോട്ടം ചെല്ലുക. ഒരാൾ ഭാസ്കര പട്ടേലർ, രണ്ടാമൻ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജി. മൃഗതൃഷ്ണയുള്ളവർ, ചുറ്റുമുള്ളവരെ അധികാരത്തിന്റെ ഹുങ്ക് വെച്ച് കരിയില കണക്കിന് ചതച്ചരച്ച് മുന്നോട്ട് നീങ്ങുന്നവർ. അവരുടെ അട്ടഹാസങ്ങൾക്കുള്ളിൽ ഇരയുടെ കരച്ചിലിന് ദിശ തെറ്റും. ഒറ്റ നോട്ടത്തിൽ അവർ അടിയാനെ നിശബ്ദനാക്കും, വിധേയരാക്കും. ഒരു വില്ലന് വേണ്ട എല്ലാ സാമ്പ്രദായിക ലക്ഷണങ്ങളുമുള്ള കഥാപാത്രങ്ങൾ.
മിത്തിന്റെ ആവരണം ഇല്ല എന്നതാണ് ഇവരെ പോറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. രണ്ട് ഭൂപ്രദേശത്ത് രണ്ട് കാലത്ത് ജീവിക്കുന്ന, ഒരുപക്ഷെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ് വിധേയനിലെ ഭാസ്കര പട്ടേലരും പാലേരി മാണിക്യത്തിലെ മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജിയും. അഭിനയിച്ചതോ ഒരാളും. സാമ്യതകൾ വന്നുപോയാൽ ആരും കുറ്റം പറയില്ല. പക്ഷേ അങ്ങനെ ഒരു പറച്ചിലിന് ഇടവന്നില്ല. അടൂരിന്റെ പട്ടേലറിനും രഞ്ജിത്തിന്റെ ഹാജിക്കും എന്താണ് വേണ്ടതെന്ന് മമ്മൂട്ടിക്കറിയാം. അവർ രണ്ടുപേരായി നിന്നു. സംശയമുണ്ടെങ്കിൽ അവരുടെ ചിരികളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക, നിങ്ങൾ ഞെട്ടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. മമ്മൂട്ടി അഭിനയിച്ചു എന്നതുകൊണ്ട് നമ്മൾ കാണികൾ ഈ കഥാപാത്രങ്ങൾക്ക് നായക പരിവേഷം നൽകിയിരുന്നില്ല. അവർ നമുക്ക് വെറുക്കപ്പെട്ടവർ തന്നെയായിരുന്നു. മാസ് ബീജിയം ഇട്ട് വില്ലനെ നായകനാക്കുന്ന കളിക്കിറങ്ങാതിരുന്ന സംവിധായകരാണ് അതിന് കാരണക്കാർ. കളങ്കാവലിൽ ജിതിൻ കെ ജോസും അവരുടെ പാതയിൽ നീങ്ങുമെന്ന് പ്രത്യാശിക്കാം. ജിതിന്റെ കളങ്കാവൽ സൈനൈഡ് മോഹന്റെ കഥയാണെന്ന തരത്തിൽ പല റിപ്പോർട്ടുകളും വന്നിരുന്നു. പോസ്റ്ററിലെ ചിലന്തി വലയിൽ കുടുങ്ങിയ സ്ത്രീകൾ, ട്രെയിലറിലും ടീസറിലും വരുന്ന ചില സൂചനകൾ, ഏറ്റവും ഒടുവിൽ പ്രീ റിലീസ് ഇവന്റിൽ പരിചയപ്പെടുത്തിയ 20ഓളം നടിമാർ എല്ലാം ഈ തിയറി ശരിവെക്കുന്നതാണ്. എല്ലാവർക്കും അറിയുന്ന കഥ. കളങ്കാവൽ ആ കഥയാണ് പറയുന്നതെങ്കിൽ സിനിമയുടെ ആഖ്യാനവും മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ പ്രകടനവും നിർണായകമാകും. പ്രത്യേകിച്ച് പ്രതിനായകന്റെ പ്രകടനം. ചരിത്രം നോക്കിയാൽ ഒരു കാര്യം ഉറപ്പിക്കാം, മമ്മൂട്ടിയുടെ വില്ലനെ മലയാളി തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ടില്ല. കാരണം മമ്മൂട്ടി വില്ലനാകുകയാണ്, അല്ലാതെ വില്ലൻ മമ്മൂട്ടി ആകുകയല്ല.